ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ട് കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ്. മീൻസ് ഓരോ സെമ്മിലും എന്തൊക്കെയാണ് സബ്ജക്റ്റ് തിയറിയും പ്രാക്ടിക്കലായിട്ട് പഠിക്കാനുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കമൻറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന്. ഇത് ചോദിച്ചിട്ട് ഒരു 1 വീക്കോളമായി ഈ കമൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. എനിക്ക് ടൈം കിട്ടിയില്ലായിരുന്നു ഇത് ചെയ്യാനായിട്ട്. അപ്പം എപ്പോഴും ഞാൻ രാവിലെ എണീറ്റിരുന്നിട്ട് ചെയ്യണതാണ്. എൻ്റെ ഫേസൊക്കെ കണ്ടറിയാം, ഇപ്പം എണീറ്റിട്ടേ ഉള്ളൂ. ഓക്കെ, ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും എന്തൊക്കെ പഠിക്കാനുണ്ട്, അതിൻ്റെ ഒരു ചെറിയ ഒരു ഓവർവ്യൂ ആയിരിക്കും ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നത്. പ്ലസ് പ്രാക്ടിക്കൽസിൽ എന്തായിരിക്കും ചെയ്യണതും അതായിരിക്കും ഇന്നത്തെ വീഡിയോ. വെൽക്കം ബാക്ക്. നമുക്ക് ഫസ്റ്റ് സെമ്മിൽ നിന്ന് തുടങ്ങാം. ഇപ്പോൾ ഫസ്റ്റ് സെമ്മിൽ മെയിനായിട്ട് 4 സബ്ജക്റ്റ് ഉണ്ട്. പിന്നെ അതുകൂടാതെ റെമഡിയൽ മാത്സ്, അങ്ങനെ കുറച്ച് കമ്മ്യൂണിക്കേഷൻ പരമായ സബ്ജക്റ്റ് ഉണ്ട്. ആദ്യം HAP എന്ന് പറയുന്നത് ഹ്യൂമൻ അനാട്ടമി ആൻഡ് ഫിസിയോളജി. അപ്പോൾ അതിൽ നമ്മൾ തിയറി ഭാഗത്ത് പഠിക്കണത് സെൽ എന്താണ്, പിന്നെ സ്കെൽറ്റൽ മസിൽ, കാർഡിയോവാസ്കുലർ സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം, ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് ഇയർ നമ്മൾ ഫസ്റ്റ് സെമ്മിൽ ഈ സബ്ജക്റ്റിൽ നമ്മൾ പഠിക്കണത്. പ്ലസ് പ്രാക്ടിക്കൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ വെയിറ്റ് എടുക്കാൻ, പിന്നെ ഐ ടെസ്റ്റ് അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, ഹൈറ്റ് നോക്കാൻ പഠിക്കും, BP നോക്കാനായിട്ട്. അതുപോലെ ഈ കുറേ പേരുടെ ഡൗട്ടെന്ന് പറഞ്ഞാൽ ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രാക്ടിക്കൽസ് ഉണ്ടോ എന്നാണ്. അപ്പം അതെന്ന് പറയുമ്പോൾ നമ്മൾ +2 നമ്മൾ ചെയ്തില്ലേ, മറ്റേ ബ്ലഡ് ഗ്രൂപ്പ് നോക്കാനും RBC കൗണ്ട്, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ നമ്മൾ ബ്ലഡ് എടുക്കുന്നത്. അതും അത്ര ഇതൊന്നുമില്ല, നമ്മൾ +2 ചെയ്ത് അതേപോലെയാണ്. മറ്റേ പ്രിക്ലി നീഡിൽ വെച്ചിട്ട് ഒരു ഡ്രോപ്പ് ബ്ലഡ് എടുത്തിട്ട് അങ്ങനെയാണ്. വേറെ വലിയ എക്സ്പെരിമെൻ്റ് ഒന്നുമില്ല. അത് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ രണ്ടാമത്തെ സബ്ജക്റ്റാണ് ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസ്. അനാലിസിസിൽ പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ടൈട്രേഷൻസ് ഇല്ലേ, നമ്മൾ +2 പഠിച്ച ടൈട്രേഷൻ്റെ പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടൈട്രേഷനാണ് ഓരോ ചാപ്റ്ററായിട്ട് വരുന്നത്. ഫോർ എക്സാമ്പിൾ ആസിഡ് ബേസ്ഡ് ടൈട്രേഷൻ, കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻ, ഇങ്ങനെ നമ്മൾ കുറച്ച് പുതിയ കാര്യത്തിൻ്റെ ബേസ് ആയിരിക്കും പഠിക്കണത്. അതുപോലെ ലിമിറ്റ് ടെസ്റ്റ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ പഠിക്കും. പ്രാക്ടിക്കലിലും ഈ സെയിം തന്നെയാണ് പറഞ്ഞത്. ടൈട്രേഷനും ലിമിറ്റ് ടെസ്റ്റും ആയിരിക്കും ചെയ്യാനുള്ളത്. അതും അത്ര വലിയ സീനും കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. മൂന്നാമത്തെ സബ്ജക്റ്റ് ഫാർമസ്യൂട്ടിക്സ് ആണ്. ഫാർമസ്യൂട്ടിക്സിൽ പറഞ്ഞത് പ്രിസ്ക്രിപ്ഷൻ എന്താണ്, ഡോസേജ് ഫോം എന്താണ്, അങ്ങനെ ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ നമ്മുടെ ഫാർമക്കോപ്പിയ, ഇന്ത്യൻ ഫാർമക്കോപ്പിയ, ബ്രിട്ടീഷ് ഫാർമക്കോപ്പിയ, പിന്നെ ഹിസ്റ്ററി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഫാർമസ്യൂട്ടിക്സിൽ പറഞ്ഞത്. കുറച്ച് ബൾക്കുണ്ട് സംഭവം, അനാലിസിസും കുറച്ച് ബൾക്കുണ്ട്. പക്ഷേ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, വായിച്ചാൽ മനസ്സിലാവുന്ന സാധനങ്ങളാണ്. പക്ഷെ കുറച്ചുണ്ട് പഠിക്കാനായിട്ട്, പുതിയ കാര്യങ്ങളായിരിക്കും പഠിക്കണതും ഇതൊക്കെ. പിന്നെ എൻ്റെ പ്രാക്ടിക്കലിൽ പറഞ്ഞതെന്ന് ഇങ്ങനെ ബേസിക് ഫോർമുലേഷൻസ് ഓയിൻമെൻ്റ് ഉണ്ടാക്കാൻ, സിറപ്പ്, എലിക്സർ, സപ്പോസിറ്ററീസ്, ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഉണ്ടാക്കാനായിരിക്കും അതിൻ്റെ പ്രാക്ടിക്കലിൽ പറഞ്ഞത്. പ്ലസ് നമ്മൾ മറ്റേ ബോട്ടിൽ ലേബൽ ചെയ്യാനും അതൊക്കെ ആയിരിക്കും പഠിക്കണത് ആ ടൈമിൽ, മീൻസ് ആ പ്രാക്ടിക്കലിലുള്ളത്. ഓക്കെ, അപ്പം ലാസ്റ്റ് സബ്ജക്റ്റ് വന്നിട്ട് ഫാർമസ്യൂട്ടിക്കൽ ഇനോർഗാനിക് കെമിസ്ട്രിയാണ്. അതിൽ പേര് പോലെ തന്നെ കുറച്ച് ഇനോർഗാനിക് കോമ്പൗണ്ട്സിനെ കുറിച്ച് പഠിക്കും. സിങ്ക്, അതിൻ്റെ പ്രോപ്പർട്ടി, അങ്ങനെ ഓരോ ഇനോർഗാനിക് കോമ്പൗണ്ടിൻ്റെ പ്രോപ്പർട്ടി, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും മെയിനായിട്ട് പഠിക്കുന്നത്. അതിൻ്റെ കളറ്, ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, അതൊക്കെ. പിന്നെ അതുപോലെ ലിമിറ്റ് ടെസ്റ്റ്, അനാലിസിസിൽ പഠിച്ച കുറച്ചൊക്കെ ഇവിടെയും പഠിക്കും. കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ 2 സബ്ജക്റ്റിലും ഒരേപോലെ കാണും. അപ്പോൾ പഠിക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും. പ്രാക്ടിക്കൽ വന്നിട്ടും ലിമിറ്റ് ടെസ്റ്റ് ഉണ്ട്, പിന്നെ ഇനോർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ കുറേ ടെസ്റ്റുകളുണ്ട്. അപ്പോൾ അതായിരിക്കും എൻ്റെ പ്രാക്ടിക്കൽ. അതും ബൈ ഹാർട്ട് ചെയ്യേണ്ട സംഭവങ്ങളാണ്. പിന്നെ ഒരു ഇതെന്ന് പറഞ്ഞാൽ റെമഡിയൽ മാത്സും റെമഡിയൽ ബയോളജിയും ഉണ്ടായിരിക്കും. ഇത് നോൺ യൂണിവേഴ്സിറ്റി സബ്ജക്ട്സ് ആയിരിക്കും. ഇപ്പം
റെമഡിയൽ മാത്സ് എന്ന് പറഞ്ഞാൽ +1 +2 മാത്സ് പഠിക്കാത്ത പിള്ളേർക്ക് ജസ്റ്റ് മാത്സിൻ്റെ ഒരു ബേസ് കൊടുക്കുന്നതായിരിക്കും റെമഡിയൽ മാത്സ് എന്ന് പറയണത്. റെമഡിയൽ ബയോളജി എന്ന് പറഞ്ഞാൽ +1 +2 സമയത്ത് ബയോളജി പഠിക്കാത്തവർക്ക് ഒരു ബേസ് കൊടുക്കുന്നതായിരിക്കും റെമഡിയൽ ബയോളജി. ജസ്റ്റ് ബേസ് ആയിരിക്കും, സെല്ല്, മോർഫോളജി, ഒരു ജസ്റ്റ് ബേസ് കൊടുക്കുന്നതായിരിക്കും ഈ 2 പരിപാടികൾ. സോ നമുക്കിനി സെക്കൻഡ് സെമ്മിലെ കാര്യം നോക്കാം. സെക്കൻഡ് സെമ്മിലും HAP അതിൻ്റെ സെക്കൻഡ് പാർട്ട് വരണുണ്ട്. സോ അതിൽ നമ്മൾ കുറച്ചും കൂടെ ഒരു അഡ്വാൻസ് വേർഷൻ ആയിരിക്കും പഠിക്കുന്നത്. മറ്റേതെല്ലാം ബേസ് ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് സെപ്പറേറ്റ് ഓരോ ഓർഗൻ സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കും. റെസ്പിറേറ്ററി, യൂറിനറി, അങ്ങനെ ആയിരിക്കും നമ്മൾ പഠിക്കുന്നത്. അതും അത്ര ഡിഫിക്കൽട്ട് കാര്യമൊന്നുമില്ല, വായിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളായിരിക്കും. പിന്നെ കുറച്ച് ഫിഗേഴ്സ് അതൊക്കെ ആയിരിക്കും നമ്മളിവിടെ പഠിക്കാൻ പോണത്. പിന്നെ അതിൻ്റെ പ്രാക്ടിക്കൽ വേർഷൻ വന്നിട്ട് എനിക്ക് തോന്നുന്നു നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാം എഴുതിയാൽ മതി. നമുക്ക് ചെയ്യാൻ പ്രാക്ടിക്കലൊന്നും ഇല്ല, ജസ്റ്റ് എൻ്റെ പ്രൊസീജിയേഴ്സ് നമ്മൾ പഠിക്കുക, എഴുതുക, അങ്ങനത്തെ ഒരു ഇതാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അടുത്തത് ഓർഗാനിക് കെമിസ്ട്രി. അപ്പോൾ ഈ സെം തൊട്ടാണ് നമുക്ക് ഓർഗാനിക് കെമിസ്ട്രി സ്റ്റാർട്ട് ചെയ്യണത്. അതായത് കെമിസ്ട്രി തന്നെ സ്റ്റാർട്ട് ചെയ്യണത് സെക്കൻഡ് സെം തൊട്ടാണ്. സോ ഇവിടെ നമുക്ക് ബേസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറയണത്. ഇങ്ങനെ ലൈക്ക് ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കഹോൾ, അങ്ങനെ കുറേ ഫങ്ഷണൽ ഗ്രൂപ്പ് വെച്ചിട്ട് നമ്മളിങ്ങനെ കുറേ പഠിച്ചിട്ടുണ്ടല്ലോ +2. അതിൻ്റെ ജസ്റ്റ് അതുപോലൊരു ബേസ് സാധനമായിരിക്കും ഇവിടെ പഠിക്കാനുള്ളത്. ഇനി പ്രാക്ടിക്കലുണ്ട്. പ്രാക്ടിക്കലിലും ഇതൊക്കെ തന്നെയാണ്. ലൈക്ക് ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടോ, ഒരു സാധനം തരും, അതിന് അതേതാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ആൽക്കീനാണോ ആൽക്കഹോളാണോ, ലൈക്ക് ഏത് ഫങ്ഷണൽ ഗ്രൂപ്പാണുള്ളതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. സോ അതായിരിക്കും പ്രാക്ടിക്കലിൽ പറഞ്ഞത്. അത് കുറച്ച് ഡിഫിക്കൽട്ടാണ് പ്രാക്ടിക്കലിൽ സംഭവം ബൈ ഹാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, കുറച്ച് ഇതാണ്. സോ അടുത്തത് ബയോ കെമിസ്ട്രി. ബയോ കെമിസ്ട്രി എന്ന് പറയുമ്പോഴേക്കും ലൈക്ക് കുറേ സൈക്കിൾസ്, സിട്രിക് ആസിഡ് സൈക്കിൾ, അങ്ങനെ പേജ് നിറഞ്ഞ് നിൽക്കണ കുറേ സൈക്കിളിനെ കുറിച്ചൊക്കെ ആയിരിക്കും നമ്മൾ പഠിക്കണത്. ലൈക്ക് അതും കുറച്ച് ഡിഫിക്കൽട്ടാണ്. സെക്കൻഡ് സെം കുറച്ച് ഡിഫിക്കൽട്ടാണ്. ലൈക്ക് കുറേ കാണാതെ പഠിക്കാനുണ്ട്, അങ്ങനത്തെയൊക്കെ കൈൻഡ് ഓഫ് സാധനങ്ങൾ. ഇതിൻ്റെ പ്രാക്ടിക്കൽ വേർഷൻ വന്നിട്ടും ഇതുപോലെ തന്നെ സാപ്പോണിഫിക്കേഷൻ വാല്യൂ കണ്ടുപിടിക്കാൻ ലൈക്ക് ബൈ ഹാർട്ട് ചെയ്യേണ്ട സംഭവങ്ങളാണ് ഈ ബയോ കെമിസ്ട്രി എന്ന് പറയുന്നത്, പ്രാക്ടിക്കലായാലും തിയറി ആയാലും. സോ അടുത്ത സബ്ജക്റ്റ് പാത്തോഫിസിയോളജി എന്ന് പറയും. അത് നമ്മൾ ഓരോ ഡിസീസിനെ കുറിച്ചായിരിക്കും ആ സബ്ജക്റ്റിൽ പഠിക്കണത്. പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ അത്ര ഈസി അല്ല ഡിസീസിനെ പഠിക്കണത്. അതിൻ്റെ ഓരോ എന്തുകൊണ്ടാണ് ഡിസീസ് വരുന്നു, സൈൻസും സിംറ്റംസും, പിന്നെ അത് ബോഡിയിൽ വരുന്ന ഒരു ഓർഡർ, അതും കുറച്ച് ഡിഫിക്കൽട്ടാണ്. പക്ഷേ ഇതിന് പ്രാക്ടിക്കലില്ല, അതൊരു അഡ്വാൻറ്റേജും കൂടെയാണ്. അല്ലാതെ പഠിക്കാൻ ഇങ്ങനെ ഒരു ഫ്ലോ ചാർട്ടായിരിക്കും, അപ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഇവിടെ 2 നോൺ യൂണിവേഴ്സിറ്റി സബ്ജക്ട്സ് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും പിന്നെ EVS എൻവയോൺമെൻറ്റൽ സയൻസും. ഇത് യൂണിവേഴ്സിറ്റി സബ്ജക്റ്റ് അല്ല, നോൺ യൂണിവേഴ്സിറ്റി ആണ്. സോ EVS എന്ന് പറയുമ്പം ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ്, ഇങ്ങനെ നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചില്ലേ, അതായിരിക്കും. പൊല്യൂഷൻസ്, അതൊക്കെ ആയിരിക്കും EVSൽ വരുന്നത്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ MS ഓഫീസ്, പ്രസൻറ്റേഷൻ, MS എക്സൽ ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബേസിക്കായിട്ട് പഠിപ്പിക്കുന്നതായിരിക്കും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വരുന്നത്. ലൈക്ക് നമുക്ക് 7th സെമ്മിലെ 8th സെമ്മിലൊക്കെ പ്രൊജക്റ്റൊക്കെ ഉള്ളതാണ്. സോ അതിൻ്റെയൊക്കെ ഒരു ബേസ് വരുന്ന ഇതായിരിക്കും ഈ സെക്കൻഡ് സെമ്മിലെ ഈ സബ്ജക്റ്റ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഇനി സെക്കൻഡ് ഇയറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സെക്കൻഡ് ഇയറിലും നമുക്ക് ഓർഗാനിക് കെമിസ്ട്രി, അതായത് സെക്കൻഡ് സെമ്മിൽ പഠിച്ച ഓർഗാനിക് കെമിസ്ട്രിയുടെ ബാക്കി വരുന്നുണ്ട്, ഓർഗാനിക് കെമിസ്ട്രി 2. സോ അതിലും അവിടെ പഠിക്കാത്ത കുറച്ച് ഇതായിരിക്കും ഇവിടെ പഠിക്കുന്നത്, കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് വേർഷൻ ആയിരിക്കും. വേറെ സീനൊന്നുമില്ല. പിന്നെ എൻ്റെ ഓർമ്മയിൽ പ്രാക്ടിക്കൽസ് ഇല്ല എന്നാണ് തേർഡ് സെമ്മിൽ, ഇല്ലെന്നാണ് തോന്നുന്നത്. ഉണ്ടെങ്കിൽ തന്നെ ജസ്റ്റ് സെക്കൻഡ് സെമ്മിൻ്റെ അത്ര ബുദ്ധിമുട്ടല്ല, തേർഡ് സെം അത്രേ ഉള്ളൂ. പിന്നെ അടുത്ത സബ്ജക്റ്റ് ഫിസിക്കൽ ഫാർമസ്യൂട്ടിക്സ് എന്ന് പറയും. സോ ഇത് എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റാണ്, പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സബ്ജക്റ്റും അല്ല. സോ ഇവിടെ വന്നിട്ട് ലൈക്ക് നമ്മൾ പഠിക്കുന്നത് സർഫസ് ടെൻഷൻ, വിസ്കോസിറ്റി, ഇങ്ങനത്തെ കാര്യങ്ങൾ. നമുക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ടാബ്ലറ്റ് ഉണ്ടാക്കുമ്പോഴേക്കും ടാബ്ലറ്റിൻ്റെ മീൻസ് ആക്റ്റീവ് ഫാർമസി, ഇതിങ്ങനെ ഞാൻ ടേം പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവില്ലായിരിക്കും.
ടാബ്ലറ്റിന് മെയിനായിട്ടുള്ള പൊടിയും ചേർക്കണം, അല്ലാതെ നമുക്കതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി കൂട്ടാൻ വേണ്ടിയിട്ട് അത് ടാബ്ലറ്റിൻ്റെ പൊടിയെല്ലാം ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബൈൻഡേഴ്സ് ചേർക്കും. അതുപോലെ അങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഞാൻ ഇപ്പം ഇങ്ങനെ സയൻറ്റിഫിക് വേർഡ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. സോ ആ ഓരോ കാര്യങ്ങളായിരിക്കും നമ്മൾ പഠിക്കണത്. സർഫസ് ടെൻഷൻ കൂട്ടാൻ എന്തായിരിക്കണം, ലൈക്ക് പാർട്ടിക്കിൾ സൈസ് ടാബ്ലറ്റിൻ്റെ കുറച്ച് എങ്ങനെ ഇരിക്കും, കൂട്ടി എങ്ങനെ ഇരിക്കും, അങ്ങനത്തെ കൈൻഡ് ഓഫ് സാധനങ്ങളായിരിക്കും പഠിക്കണത്. എനിക്കത് സിമ്പിളായിട്ടാണ് തോന്നിയത്, കുഴപ്പമില്ല സബ്ജക്റ്റ് പഠിക്കാനൊന്നും. പിന്നെ അതിൻ്റെ പ്രാക്ടിക്കലുണ്ട്. പ്രാക്ടിക്കലും ഇങ്ങനെ കുറേ പൊടി വെച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഇതങ്ങോട്ടാക്കിയ ഇങ്ങോട്ടാക്കിയ എങ്ങനെയായിരിക്കും സർഫസ് ടെൻഷൻ, ഈസിയാണ്. സോ നെക്സ്റ്റ് സബ്ജക്റ്റ് മൈക്രോബയോളജി. സോ എനിക്കത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള സബ്ജക്റ്റാണ്, കുറേ വാസ്റ്റായിട്ട് പഠിക്കാനുണ്ട്. തുടങ്ങിയ അപ്പുറത്തെ എൻഡിലോട്ട് കൊണ്ടെത്തിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും അങ്ങനത്തെ ഒരു സബ്ജക്റ്റാണ്. ലൈക്ക് കുറേ മൈക്രോ ഓർഗാനിസം, അതിൻ്റെ കൾച്ചർ മീഡിയ. സത്യം പറഞ്ഞാൽ കുറച്ച് വാസ്റ്റായിട്ടുള്ളൊരു കുറച്ച് പഠിക്കാനുണ്ട് സംഭവം. പിന്നെ എൻ്റെ പ്രാക്ടിക്കലുണ്ട്. പ്രാക്ടിക്കലും കുറച്ച് സീനാണ്, ലൈക്ക് കുറച്ചധികം പ്രാക്ടിക്കൽസ് ചെയ്യാനും ഉണ്ട്. ഈ ഓട്ടോക്ലേവ്, ഹോട്ട് എയർ ഓവൻ അതൊക്കെ വെച്ചിട്ട് ചെയ്യാനും, പിന്നെ അസെപ്റ്റിക് ഏരിയയിൽ പോയിട്ട് കുറച്ച് ഡിഫിക്കൽട്ടാണ്. തേർഡ് സെമ്മിലെ ഫൈനൽ സബ്ജക്റ്റ് എൻജിനീയറിങ്, ഫാർമസ്യൂട്ടിക്കൽ എൻജിനീയറിങ്. സോ അവിടെ ബേസിക്കായിട്ട് നമ്മൾ പഠിക്കുന്നത് ലൈക്ക് സൈസ് റെഡ്യൂസ് ചെയ്യാനുള്ള കുറച്ച് മെഷീൻസ്, ഫ്ലോ കൂട്ടാനുള്ള കുറച്ച് മെഷീൻസ്. നമ്മൾ ഈ ഫാർമ ഇൻഡസ്ട്രിയിലും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് മെഷീൻസിൻ്റെ ഒരു കുഞ്ഞു ഫോമായിരിക്കും പഠിക്കണത്. അത് വിത്ത് ഫിഗേഴ്സൊക്കെ ആയിരിക്കും പഠിക്കേണ്ടി വരുന്നത്. അതിൻ്റെ പ്രിൻസിപ്പിൾ, പ്രൊസീജിയർ, അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ് അങ്ങനെ ആയിരിക്കും പഠിക്കേണ്ടി വരുന്നത്. അതും കുറച്ച് ബൾക്കായിട്ട് പഠിക്കാനുണ്ടായിരിക്കും. പക്ഷേ ആ പടം വെച്ച് പഠിക്കുകയാണെങ്കിൽ എളുപ്പമായിരിക്കും, ആ പിക്ചേഴ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട്. പിന്നെ അതിന് പ്രാക്ടിക്കലുണ്ട്, അതും വലിയ സീനൊന്നുമില്ല. മെയിനായിട്ട് ഇവിടെ വേണ്ടത് പ്രിൻസിപ്പിളും ആ ഒരു പിക്ചറും പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ കയ്യിൽ നിന്നിട്ട് എഴുതാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് ഫാർമസ്യൂട്ടിക്കൽ എൻജിനീയറിങ്. സോ അടുത്തിന് നമുക്ക് ഫോർത്ത് സെമ്മിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. അവിടെ നമുക്ക് ഓർഗാനിക് കെമിസ്ട്രിയുടെ കണ്ടിന്യൂഷനായിട്ട് വരുന്നുണ്ട്. ഓർഗാനിക് കെമിസ്ട്രി 3 വരുന്നുണ്ട്. അവിടെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് വേർഷൻ ആയിരിക്കും പഠിക്കാൻ പോണത്. വലിയ സീനില്ല. ഈ ഫോർത്ത് സെമ്മിലെ എനിക്കിഷ്ടമുള്ള അല്ലെങ്കിൽ കുറച്ച് സിമ്പിളായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിരിക്കും ഈ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത്. പ്രാക്ടിക്കൽ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു, അതും വലിയ സീനൊന്നുമില്ല. പിന്നെ ബാക്കി പറഞ്ഞത് ഈ ഓർഗാനിക് കെമിസ്ട്രി മാത്രമേ മീൻസ് പഴയതിൽ നമ്മൾ പഠിച്ചിട്ട് പുതിയതിലോട്ട് വരണുള്ളൂ. ബാക്കിയല്ല ഇനി പുതിയ പേരുകളും പുതിയ സബ്ജക്റ്റുമാണ് ഈ സെമ്മിൽ ഹാൻഡിൽ ചെയ്യാൻ പോണത്. സോ അത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പറഞ്ഞത് മെഡിസിനൽ കെമിസ്ട്രി. അവിടെ നമ്മൾ പഠിക്കുന്നത് കുറച്ച് ക്ലാസിഫിക്കേഷനും ബേസിക് ആയിട്ടുള്ളൊരു കുറച്ച് കാര്യങ്ങളാണ്. പക്ഷേ എനിക്കത് ഭയങ്കര ടഫായിട്ട് തോന്നിയൊരു സംഭവമാണ്. സോ നമ്മൾ എഴുതി പഠിക്കണം. കുറച്ച് തിയറിയും ഉണ്ട്, കുറച്ച് സ്ട്രക്ചേഴ്സും ഉണ്ട്, കുറച്ച് ക്ലാസിഫിക്കേഷൻ, മെയിനായിട്ട് ക്ലാസിഫിക്കേഷൻ. സോ അത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. അതിന് പ്രാക്ടിക്കലില്ല. ഓക്കെ, പിന്നെയെന്ന് പറയുമ്പോഴേക്കും ഇതുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പോകുന്ന അടുത്തൊരു സബ്ജക്റ്റാണ് ഫാർമക്കോളജി എന്ന് പറയുന്നത്. ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ക്ലാസിഫിക്കേഷൻ ഒരുപോലെ നമുക്ക് പഠിക്കാം. അവിടെ പഠിക്കുന്ന ക്ലാസിഫിക്കേഷൻ തന്നെയായിരിക്കും ഈ കോളേജിൽ പഠിക്കണതും. അവിടെ എന്ന് പറയുമ്പോൾ സ്ട്രക്ചർ വരും. ഇവിടെ എന്ന് പറയുമ്പോഴേക്കും അത് ബോഡിയിൽ എങ്ങനെ ആക്ട് ചെയ്യും, ആ ഗുളിക നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ബോഡിയിൽ എങ്ങനെയാണ് ആക്ട് ചെയ്യണത്, എങ്ങനെയായിരിക്കും നമുക്ക് ആ അസുഖം ക്യൂർ ആവണത്, ആ കൈൻഡ് ഓഫ് സാധനങ്ങൾ പഠിക്കണതായിരിക്കും ഫാർമക്കോളജി എന്ന് പറയണത്. അപ്പം അതിനും പ്രാക്ടിക്കൽ സൈഡ് വരണുണ്ട്. അത് നമ്മൾ ചിക്കൻ്റെ ഇലിയം വെച്ചിട്ടായിരിക്കും ചെയ്യാൻ പോണത്. ലൈക്ക് കുറച്ച് ഡിഫിക്കൽട്ടാണ്. എനിക്ക് സത്യം പറഞ്ഞ ആ എക്സ്പെരിമെൻറ്റ് സക്സസ് ആയിട്ട് കിട്ടിയത് എക്സാം അന്ന് യൂണിവേഴ്സിറ്റി ചെയ്യണ ടൈമിലായിരുന്നു. അതുവരെ എനിക്ക് ആ സാധനം ചെയ്യാൻ അറിഞ്ഞൂടായിരുന്നു. എപ്പോൾ ചെയ്താലും കിട്ടൂല. സോ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടൊരു സാധനമാണ്. ചിലവർക്ക് കിട്ടും കേട്ടോ, ചിലവർക്ക് കിട്ടൂല. അതൊക്കെ ഒരു ഇതനുസരിച്ചിരിക്കും. കുറച്ച് ചിക്കൻ്റെ ഇലിയം വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പം നമുക്ക് ആദ്യമൊക്കെ ഒരു അറപ്പ് കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യും. പിന്നെ നമ്മൾ ആദ്യം ഗ്ലൗസൊക്കെ ഇടും കേട്ടോ. പിന്നെ നമ്മൾ കൈ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മൾ കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ഒരു ഈ ചിക്കൻ്റെ ഇലിയം അങ്ങനെയൊക്കെ നമുക്ക് തോന്നും. വേറെ സീനൊന്നുമില്ല. പിന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ് കിട്ടാനായിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ആ ഓർഗാനിക് കെമിസ്ട്രി അല്ലാതെ വേറെ ഒന്നും കണ്ടിന്യൂഷനായിട്ട് പറഞ്ഞില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. ഫിസിക്കൽ ഫാർമസ്യൂട്ടിക്സ് 2 പറഞ്ഞുണ്ട്. അതായത് കഴിഞ്ഞ സെമി പഠിച്ചതിൻ്റെ ബാക്കി ഈ സെമി പഠിക്കുന്നുണ്ട്.
അതും വലിയ പ്രശ്നമൊന്നുമില്ല. അതിൻ്റെ ഒരു ബാക്കിയായിട്ട് പക്ഷെ കുറച്ച് ടഫാണെന്നാണ് എല്ലാവരും പറയണത്. എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് സബ്ജക്റ്റ് അതായതുകൊണ്ട് എനിക്ക് അത്ര ടഫായിട്ട് തോന്നിയിട്ടില്ല. കുറച്ച് പഠിക്കാനുണ്ട്, ബൾക്കാണ്, പക്ഷെ മനസ്സിലാക്കിയ എളുപ്പമാണ് ആ സാധനം. അതിന് പ്രാക്ടിക്കലും പറഞ്ഞുണ്ട്, പ്രാക്ടിക്കലും സീനൊന്നുമില്ല, എളുപ്പമാണ്. 4th സെമ്മിലെ ഫൈനൽ സബ്ജക്റ്റാണ് ഫാർമക്കോഗ്നസി. ഫാർമക്കോഗ്നസി എന്ന് പറയുമ്പോൾ നമ്മൾ മെയിനായിട്ട് പ്ലാന്റ്സിനെ കുറിച്ചായിരിക്കും, മെഡിസിനൽ പ്ലാന്റ്സിനെ കുറിച്ചായിരിക്കും പഠിക്കുന്നത്. അതിൻ്റെ സോഴ്സ് അങ്ങനെ കാര്യങ്ങൾ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് മറന്നുപോയി ഞാൻ. ഒരു പ്ലാന്റ് എടുക്കും, അതിൻ്റെ എന്താണ് സയൻറ്റിഫിക് നെയിം, അതിൻ്റെ ഫാമിലി ഏതാണെന്ന് പഠിക്കും, പിന്നെന്താണ് അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണെന്ന് പഠിക്കും. അങ്ങനത്തെ കൈൻഡ് ഓഫ് സാധനങ്ങൾ പഠിക്കുന്നതായിരിക്കും ഫാർമക്കോഗ്നസി എന്ന് പറയുന്ന സബ്ജക്റ്റ്. പിന്നെ അതിൻ്റെ പ്രാക്ടിക്കൽ വരുമ്പോൾ നമ്മൾ മൈക്രോസ്കോപ്പൊക്കെ വെച്ചിട്ട് ചെയ്യേണ്ട സംഭവങ്ങളാണ്. അതിൻ്റെ സെൽ സ്ട്രക്ചർ, നമ്പർ എന്തൊക്കെയോ കണ്ടുപിടിക്കാനുണ്ട്. എല്ലാം മൈക്രോസ്കോപ്പ് വെച്ച് ചെയ്യാനുള്ള സാധനങ്ങളായിരിക്കും ഫാർമക്കോഗ്നസിയുടെ പ്രാക്ടിക്കലിൽ വരുന്നത്. സോ ഇതൊക്കെയാണ് ബി.ഫാമിൽ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും പഠിക്കേണ്ട സബ്ജക്റ്റ്. അതുപോലെ അതിൻ്റെ ഒരു പ്രാക്ടിക്കലിൻ്റെയൊക്കെ ഒരു ഓവർവ്യൂ. സോ ഇത് പെട്ടെന്ന് ചെയ്തൊരു വീഡിയോ ആണ്. എത്രമാത്രം എഫക്റ്റീവ് ആവുമെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. ഞാൻ അത്ര വലിയ പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ജസ്റ്റ് ഇപ്പം നോക്കി കുറേ കാര്യങ്ങൾ ഞാൻ മറന്നു പോയിട്ടുമുണ്ട്. ഇത്രയും വർഷമായില്ലേ, അപ്പോൾ ചില കാര്യങ്ങൾ ഞാൻ മറന്നു പോയിട്ടുണ്ട്. എന്നാലും മാക്സിമം ഞാൻ നോക്കിയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ DM ചെയ്യുക, അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇടുക. അത്രയൊക്കെ തന്നെ. അപ്പം ഇനി 3rd ഇയറും 4th ഇയറും വെച്ചിട്ടുള്ളൊരു വീഡിയോ സൂൺ ഞാൻ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതൊക്കെ തന്നെ. സോ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. അതുവരെ ബൈ.